യെസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. 300 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഫൈനലി നമ്മുടെ മാച്ച് വീക്ക് 17 ടീം ഓഫ് ദി വീക്ക് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടെന്ന് തന്നെ പറയാം. അതായത് ഈ ഒരു ടീം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോച്ച്, അതായത് ഈ ഒരു ടീമിൻ്റെ പരിശീലകനായിട്ട് വരുന്നത് TG പുരുഷോത്തമനാണ്. എനിക്കൊന്ന് ഫസ്റ്റ് ടൈം വന്നത് ഒരു മലയാളി കോച്ച് ഈ ഒരു ടീം ഓഫ് ദ വീക്കിൽ വരുന്നത് ഒരു കോച്ചായിട്ട്. എനിക്കറിയില്ല നേരത്തെ വന്നിട്ടുണ്ടോ എന്ന്. എന്തായാലും അത് പൊളിച്ചു എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഈ ഒരു സ്കോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ ഹൃതിക് തിവാരിയാണ്. വളരെ മികച്ചൊരു ഗോൾ കീപ്പറാണ്. ഒരു തേർഡ് ചോയ്സ് ഗോൾ കീപ്പറിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് ഉയർന്നു എന്ന് തന്നെ പറയാം. പിന്നെ ക്യാപ്റ്റൻ സുഭാഷിഷ് ബോസ്, സന്ദേശ് ജിങ്കൻ, സ്റ്റീഫൻ എസ് എ, അഭിഷേക് സിംഗ് ഇവരാണ് ഡിഫൻസിലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രൈസൺ ഫെർണാണ്ടസ്, ഹാവി ഹെർണാണ്ടസ്, കോർണർ ഷീൽഡ്. എന്തിനാണ് ബ്രൈസനെ മിഡ്ഫീൽഡ് ചെയ്തതെന്ന് അറിയത്തില്ല. അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡ് ലെവൽ ഓഫ് പ്ലെയറാണ്. പിന്നെ അതുപോലെ തന്നെ ഫോർവേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാമി, പെപ്ര, സുനിൽ ഛേത്രി ആൻഡ് മൻവീർ സിംഗ്. സോ എന്തായാലും ഒരു ബെസ്റ്റ് മാച്ച് ടീം ഓഫ് ദി വീക്ക് എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഈ ഒരു ടീം ഓഫ് ദി വീക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നമ്മൾ TG പുരുഷോത്തമനാണ് ഈ ഒരു ടീമിൻ്റെ കോച്ച് എന്ന് പറയുന്നത്. സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.